ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഷാർജ ഷേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ കോമൺ ആണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണ് ഷാർജ ഷേക്കിന്റെ. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നെന്ന്. അതിനകത്ത് ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2-3 കാഷ്യൂസ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് തികച്ചും ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂസ് ഇടാം, അല്ലെങ്കിൽ റോസ്റ്റ് ആയിട്ടുള്ള പീനട്ട് ഇടാം, കപ്പലണ്ടി വറുത്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2-3 കാഷ്യൂസ് ഇട്ട് കൊടുക്കുകയാണ്. എൻ്റെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു സാമാന്യ വലിപ്പമുള്ള ഒരു 3 റോബസ്റ്റ പഴമാണ് ഇവിടെ ഞാൻ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് റോബസ്റ്റ ഉണ്ടെങ്കിൽ റോബസ്റ്റ ആഡ് ചെയ്യാം, ചെറുപഴങ്ങളുണ്ടെങ്കിൽ ചെറുപഴം ആഡ് ചെയ്യാം കേട്ടോ. ഏത്തക്ക ആഡ് ചെയ്യരുത്. ചെറുപഴങ്ങളോ അല്ലെങ്കിൽ റോബസ്റ്റോ പഴമോ ആഡ് ചെയ്യാം. പൂവൻ പഴമൊക്കെ ഉണ്ടെങ്കിൽ അതാവട്ടോ നല്ലത്. അപ്പോൾ നമുക്ക് ഈ ഒരു 3 പഴം ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കൊരു 3 പഴം കട്ട് ചെയ്ത് ഇതിനകത്തോട്ട് ഇടാം. ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിടുവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് ബ്ലെൻഡായി കിട്ടും. അതിനാണേ. വലിയ പുളിയില്ലാത്ത പഴം ഉപയോഗിക്കാം കേട്ടോ നല്ലത്. പൂവൻ പഴമോ ചെറുപൂവനോ ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവേ. ഇത് ഞാൻ 1 കവർ പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഐസ് മിൽക്കാണേ, നല്ല കട്ടടിക്കുന്ന പാലാണ്. ഇത് നമുക്കിതൊരു ചപ്പാത്തിയുടെ റോള് കൊണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവേ. ജസ്റ്റ് ഇങ്ങനെ ചപ്പാത്തിയുടെ റോളിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. ഭയങ്കര കട്ടയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലോട്ട് ഇടുക, എന്നിട്ടൊന്ന് അടിച്ചു കൊടുത്താൽ മതിയേ. ഇത് കട്ട ഇങ്ങനെ ഉടഞ്ഞു കിട്ടും. കട്ടയോടെ ഇടരുത്. കട്ടയോടെ ഇട്ടാൽ മിക്സിയുടെ ജാറിന് നമ്മുടെ ബ്ലേഡിന് കേടാണ്. അപ്പോൾ അതുകൊണ്ടൊന്ന് കട്ടയായത് ഇങ്ങനെ ഒന്ന് ഉടച്ച് ഇടുക. ഇതിങ്ങനെ കട്ടയായത് നമുക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ഇടുന്നത് മഞ്ചാണ് കേട്ടോ. ഇത് ഈ 5 രൂപയുടെ ചെറിയ പീസ് മഞ്ചാണ്. ഇങ്ങനത്തെ 2-3 മഞ്ചൂടെ ഞാൻ ഒടിച്ചിടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മഞ്ചോ കിറ്റ്കാറ്റോ ഒക്കെ ആഡ് ചെയ്യാം, ഒരു ഫ്ലേവറിനാണ് കേട്ടോ. അപ്പം നമ്മൾ യൂഷ്വലി മഞ്ചാണ് ഇടുന്നത്, കിറ്റ്കാറ്റ് വേണമെങ്കിലും ആഡ് ചെയ്യാവേ. ഇനി ആഡ് ചെയ്യുന്നത് ബൂസ്റ്റ് ആണ് കേട്ടോ. അത് 5 രൂപയുടെ ഒരു പാക്കറ്റ് ബൂസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് ബൂസ്റ്റിന് അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ബൂസ്റ്റ് കുറച്ച് കൂടുതലൊക്കെ നിൽക്കുന്നതാവും, ഒന്നൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഈ 5 കവറിൻ്റെ ഈ ഒരു കവറ് ബൂസ്റ്റ് ഫുള്ളേ ആഡ് ചെയ്യുന്നുണ്ടേ. ഇനി ഇത് ഞാൻ 2 സ്കൂപ്പ് വാനിലയുടെ ഐസ്ക്രീം കൂടെ ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് ഇത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആഡ് ചെയ്താൽ. അപ്പോൾ എൻ്റെ വാനിലയുടെ ഐസ്ക്രീം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തതാണ്. ഒരു 2 സ്കൂപ്പ് ഐസ്ക്രീം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ഫൈനായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണേ. നമുക്കിത് മിക്സർ അടച്ച് ബ്ലെൻഡ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരം നോക്കിയിട്ട് 1 സ്പൂൺ പഞ്ചസാരയുടെ ഷുഗറൂടെ ആഡ് ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്യും. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് മധുരം കുറവ് പോലെ തോന്നി. അപ്പോൾ അത് കാരണം ഞാനൊരു സ്പൂൺ മധുരം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മൾ ഐസ്ക്രീം ഉണ്ട്, പഴമുണ്ട്, അതുപോലെ മഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ മാത്രം മധുരം ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ എനിക്ക് ഇച്ചിരി മധുരം ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് തോന്നി, അത് കാരണം 1 സ്പൂൺ മധുരം കൂടെ ആഡ് ചെയ്തിട്ടുണ്ടേ. ഇനി ഇതൊന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തേക്കാം. പഞ്ചസാര ആഡ് ചെയ്തുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. നമുക്ക് നമ്മുടെ ഷേക്ക് ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റാം കേട്ടോ. നമ്മൾ 1 സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ വെച്ച് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ടോപ്പറായിട്ട് ഡെക്കറേറ്റ് ചെയ്യണേ. നമുക്ക് കുറച്ച് ബൂസ്റ്റ് കൊണ്ട് മണ്ടയിൽ ഇട്ട് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതാണ് നമ്മൾ കുറച്ച് ബൂസ്റ്റും കൂടെ ഒക്കെ ഇട്ട് നമ്മുടെ ടോപ്പർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് വളരെ കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ഷാർജ ഷേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. ബൈ.